എൻ്റെ മക്കളെ, ഞാൻ എന്നും വന്ന് നിങ്ങൾ ഈ വെള്ളം ഒഴിച്ച് വളവിട്ട് നട്ട് നനച്ച് വളർത്തുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ വലുതായിട്ട് നല്ല നല്ല പൂക്കൾ തരാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലാ എനിക്ക് മാറ്റർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, അതുകൊണ്ടാട്ടാ, വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് പോയി, അവരുടെ മീറ്റപ്പ് വരുന്നേ. അതിന് എനിക്കും എൻ്റെ അണ്ണനും പങ്കെടുക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ പെട്ടുപോയില്ലേ. പക്ഷെ അതിനൊരു പ്രത്യേക സംഭവമുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് ചാടും. പക്ഷെ നിങ്ങളോട് സംസാരിച്ച് നേരം പോയി തരുന്നില്ല. ഞാൻ എൻ്റെ അണ്ണനോട് സിഗ്നൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കട്ടെ. സോറി, കന്നിമാസം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാന് വെറുതെ പട്ടീനെ മൂടാക്കി. പട്ടി വേണ്ട, പട്ടി നമുക്ക് ശരിയല്ല. പൂച്ച സാറ് മതി. എന്താന്നാ കലിപ്പിലാണല്ലോ? അല്ല, വരുന്ന വഴി ആ കട്ടൽ പൊടി എന്റെ തലയിടിച്ച് വേദന. അയ്യോ, എന്റെ പൊണ്ണുണ്ടാ, നമുക്ക് എന്നീ വേദന പരിവട്ടായിട്ട് നടന്നാ മതിയാ. നമുക്ക് ഈ ജയിലിൽ ചാടണ്ടേ? വേണ്ടെന്നാണോ? അല്ല, 5 തവണ ജയിലിൽ ചാടിയാണ് എന്റെ 5 വർഷം നഖമാണ് ആ പോലീസുകാർ ഊരിയെടുത്ത്. ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. നിനക്ക് അത്ര വേദനയാണ്, നീ പോയി ജയിലിൽ കയറാം. ജയിലിൽ വേണ്ടെങ്കിൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, പരോളിന് ഇറങ്ങിയാലോ? ഇപ്പൊ കിട്ടും കുറെ. എടാ, ഇവിടെ ആർക്കൊക്കെ പരോൾ കിട്ടിയാലും നിനക്ക് മാത്രം പരോൾ കിട്ടത്തില്ല. അതെന്താണാവോ? എടാ, കഴിഞ്ഞ ഓണത്തിന് ഇവിടെ മന്ത്രി വന്നപ്പോ നീ എന്തുവാടാ കാണിച്ചു കൂട്ടിയത്? ആഭ്യന്തരമന്ത്രിക്ക് 1000 പൂച്ചെണ്ടുകൾ എഴുതി വെച്ചു. ഉണ്ട്, ആഭ്യന്തരമന്ത്രി ഒരു പൂച്ചാട്ടി എഴുതി വെച്ചു. ആ സൂപ്രണ്ട് പറഞ്ഞു നിനക്ക് മാത്രം നിനക്കൂടെ പരോൾ കിട്ടത്തില്ലെന്ന്. അണ്ണ അങ്ങനെ പറയല്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയി പറ്റൂ. ഒരു വഴി അണ്ണൻ കാണാണ പ്ലീസ്. നീ വിഷമിക്കണ്ടാ. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും മലയിടിഞ്ഞ് വീണാലും ശരി, ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് ജയിലിൽ ചാടിയിരിക്കും. അതാണ് സ്പിരിറ്റ്. അല്ല, നാളെ ചാടിയാലോടാ? അതെന്തേ? നല്ല ചിക്കൻ കറിയുടെ മണം. ചിക്കൻ എന്തോന്നു ഈ തിന്നാന്നല്ലാണ്ട് വേറെ ഒരു കഴിവ് നിങ്ങൾക്കില്ലേ? കഴിവുണ്ടോന്നോ? എടാ, അതൊക്കെ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഫയർ ഡാൻസ് ചെയ്യുമായിരുന്നു. ഫയർ ഡാൻസ്. എന്റെ പൊന്നെ, സ്കൂളിൽ ഫയർ ഡാൻസാ? അപ്പൊ സ്കൂളിൽ നിന്ന് കുറെ സമ്മാനം കിട്ടിയിട്ടാവല്ലോ. എങ്ങനെ കിട്ടും? ആ സ്കൂളല്ല ഞാൻ ആദ്യം കത്തിച്ചത്. സമ്മാനം കിട്ടും പറഞ്ഞാടാ. ഇങ്ങനൊരു മരക്കോക്കന്റെ കൂടെയാണല്ലോ ഞാൻ ചാടി പോവാൻ നോക്കണേ. എന്നെ അങ്ങനെ കളിയാക്കല്ലേ കേട്ടാ. എടാ, എന്റെ ഫാൻസ് പവർ നിനക്ക് അറിയാത്തോണ്ടാ. ഈ ജയിലിൽ എന്നെ എല്ലാരും എന്നെ വിളിക്കാന്നറിയോ? ഈ ജയിലിന്റെ ഒടിയൻ. അപ്പോ അങ്ങനെ അത്രയധികം ഒടിവിധികൾ അറിയോ? അതുകൊണ്ടല്ലടാ, ഇനി എന്റെ ശരീരത്ത് ഒടിയ ഒരു എല്ല് പോലും ബാക്കിയില്ല. എല്ലാരും തളിച്ചൊടിച്ച്. അങ്ങനെയാണ് എന്നെ ഒടിയെന്ന് പേര് വന്നു. നിങ്ങൾ ഈ സെന്റ് അടിച്ചല്ലേ? ഇന്നലെ ജയിലർ കണ്ടപ്പോ എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ? നിന്റെ ആശാനും അഴിയുന്നിക്കുത്ര. അതൊക്കെ നീ എണ്ണയാ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്താ? എനിക്ക് എണ്ണ അറിയത്തില്ല. ചുമ്മാ പോത്തല്ലോ. നിങ്ങൾ ഇങ്ങനെ സെന്റ്, നിങ്ങൾ സത്യം പറയും, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നേ? സംഭവം എന്ന് വെച്ചാൽ വലിയൊരു കഥയാടാ. എടാ, എന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമാണ് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന്. പക്ഷെ ആ ആഗ്രഹം സഫലമാക്കാതെ എന്റെ അച്ഛൻ യാത്രയായി. ഞാൻ പുള്ളിയുടെ മകനല്ലടാ, അപ്പൊ ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അത് വേണമെന്നാ അണ്ണ എന്താ ചെയ്ത? ഞാൻ കവല ഇറങ്ങിയിട്ട് വരുന്നവരെ പോകുന്നവരെ എല്ലാം തന്തയ്ക്ക് വിളിച്ച് നാട്ടുകാരെ പറഞ്ഞു ഇതിലും നല്ലത് അവന്റെ അച്ഛനായിരുന്നു, ഇതിലും നല്ലത് അവന്റെ അച്ഛനായിരുന്നു. അങ്ങനെ എന്നെ പോലീസ് പിടിച്ചോടെ കൊണ്ട് കിടത്തി. നല്ല ബെസ്റ്റ് ഫ്ലാഷ് ബാക്ക്. എന്റെ അണ്ണം, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒറ്റ എടുത്തിന്റെ ധൈര്യം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇത്രയും വലിയൊരു ഫാൻ ബോയ് ആയത്. അല്ല, നീ എന്റെ ധൈര്യം എപ്പോ കണ്ട്? ആ കാണുന്ന ഇരുട്ടുമുറി കണ്ട, അവിടെ പോലീസുകാര് ആരെ കൊണ്ടിട്ടിടിച്ചാലും അവന്മാരൊക്കെ വാവിടാണ്ട് കരയും. ഞാനും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ അണ്ണന്റെ വായെന്ന് ഇന്നേ വരെ ഒരു കാര്യത്തില് ഞാൻ കേട്ടിട്ടില്ല. അത് ധൈര്യം ഉണ്ടായിട്ടൊന്നും അല്ല. 3 ലാത്തിക്കമ്പ് വായിക്കാത്ത കുത്തി കയറ്റി ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും കരയത്തില്ല, ഒരു കാറ്റ് പോലും വിളി കേൾക്കത്തില്ല. ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം അതൊക്കെ പോട്ടെ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഇപ്പൊ ഏകദേശം ഉറപ്പായി. എന്താടാ? നമ്മൾ രണ്ടുപേരും മാത്രം കൂടി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവില്ല, നമുക്ക് ചാടാനും പറ്റില്ല. അതിന് തലക്കകത്ത് താമസമുള്ള ആരെങ്കിലും കൊണ്ടുവരണം. വേണം വേണ്ടേ? ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ അണ്ണ, അവന് ഭയങ്കര ബുദ്ധിയാ. ഇത്രയും സെക്യൂരിറ്റിയിൽ ജയിലിൽ നിന്ന് ഒരാളെ അവൻ പുറത്തിറക്കിയിട്ടുണ്ട്. ശരിക്കും? 10 തലയവന്. അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ നോക്കണം. അവൻ അത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവനെ വിളിയാ. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. കാണ്. ഓഹോ, ഇങ്ങോട്ട് മാറിക്കടാ. ഒറ്റ സെക്കൻഡ്, ആൾക്ക് എന്തോ എന്നോട് ഐഡിയ പറയാണ്ട്. എന്താ ഈ കൈ ഒന്ന് വലിച്ചു കുരുത്താടാ, ഇതിടക്ക് കുടുങ്ങി പോയി. ബാബിട്ട് കറിയല്ലേ മിണ്ടാ.
നീ വലിയ സംഭവം ഞാൻ അവിടെ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്. അതൊക്കെ നശിപ്പിക്കരുത്. അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ ജയിൽ ചാടുന്നതിൽ അഗ്രഗണ്യാണ്. ഞാൻ പോയി പരിചയപ്പെടാം. ഓ, ഹായ് ചൊക്കരക്കണ്ണൻ. സോറി, അഗ്രകണ്ണൻ. നിന്നെ ഞാൻ എവിടെ കണ്ടുണ്ട് കേട്ടാ, എവിടെ കണ്ടുണ്ട്. എന്നെ കാണാൻ വഴിയിലാണ്. ഞാൻ സെല്ലിന്ന് വെളിയിറങ്ങൂല. ഇല്ലേ, നിന്റെ സ്ഥലം എവിടാടാ? എന്റെ സ്ഥലം ആറ്റിങ്ങല്. ആ, വെറുതെ അല്ല, ഞാൻ ഇവനെ കണ്ടുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞില്ല. ആണോ? കല്യാണക്കാരെ പറഞ്ഞപ്പോ ഒരു നാണം കിട്ടില്ലേ? ആണോ? ഞാൻ പിള്ളേരാണോ? എനിക്ക് കല്യാണം കാണുമ്പോൾ ഭയങ്കര നാണമാണ്. ഞാൻ ഒരു പെണ്ണുങ്ങൾ തന്നെ മിണ്ടത്തില്ല. ഞാൻ ഭയങ്കര ഇന്റർവെർട്ട് ആണ്. അയ്യോടാ പാവം. പിന്നെ നീ എന്ത് കേസാണ് ഇവിടെ വന്ന്? വീണ കേസാ. നിനക്ക് എവിടെ കിട്ടിയ അവനെ? അപ്പൊ എവിടുന്ന് കളഞ്ഞു കിട്ടാലും ഇപ്പൊ എന്താ? നമുക്ക് കാര്യം നടന്നാ പോരെ? ശരി, ഓക്കെ ഓക്കെ. ഞാൻ ചുമ്മാ പറഞ്ഞു വന്നേ. എന്നെ ഇടിക്കൂ. ഇല്ല സത്യമല്ലേ? നീ ഇവിടെ ആരെങ്ങാണ്ട് ജയിലിൽ ചാടിച്ചിട്ടില്ലേ? അതിന്റെ പ്ലാനും പദ്ധതി ഒന്ന് പറഞ്ഞേ. എങ്ങനെയാ അതിന്റെ സെറ്റപ്പ്? ഈ ജയിലിൽ ചാടിക്കാന്ന് വെച്ചാലേ നിസ്സാര കേസല്ല. അതിന് നല്ല ബുദ്ധിയും നല്ല നല്ല വിവരവും വേണം കേട്ടോ. അങ്ങനെ വിവരം വേണമെങ്കിൽ നമ്മൾ നല്ല സിനിമ കണ്ടിരിക്കണം. ഷോങ്ഷാങ് റിഡംപ്ഷൻ എന്ന ഇംഗ്ലീഷ് പടം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇംഗ്ലീഷ് പടം കാണും. നീ കാണുന്ന മൊട്ടത്തലയും പ്ലംബറായിട്ട് വരുന്ന പടം, ആ പടത്തിന്റെ കാര്യമല്ല ഇവൻ പറഞ്ഞത്. ഇവന് സിനിമയെ കുറിച്ച് ഒരു വിവരമില്ല കേട്ടോ, ഒരു വിവരമില്ല. നീ പറഞ്ഞ സത്യനന്ദി കണ്ട പടമല്ലടാ? അല്ലടാ, IV ശശിയുടെ പടം. എടാ, യോഗി ബാബുവിനെ ഡൂപ്പ് ചെയ്യുന്നവനെ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു വിവരമില്ല, ഒരു വിവരമൊന്നും. ഇങ്ങോട്ട് വാ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതീവ രഹസ്യമായിട്ടൊരു കാര്യമാണ്. നമ്മൾ 3 പേരുമല്ലാതെ 4ാമതൊരുത്തിന് അറിയാൻ പാടില്ല. ഒറ്റൊരാളറിഞ്ഞ കുഴപ്പമുണ്ടോ? നീ ആരോടാ പോയി പറഞ്ഞു? സെല്ലിൽ കിടക്കുന്ന ബംഗാളിയോട് അറിയാണ്ട് പറഞ്ഞു പോയി. അണ്ണാ, ഞാൻ ടെൻഷൻ അടിക്കല്ലേ. ആ ബംഗാളിയല്ലേ, അവന് മലയാളം അറിയത്തില്ലല്ലോ. ആര് പറഞ്ഞു? കഴിഞ്ഞ ഓണത്തിന് ഇവിടുത്തെ മലയാള ഭക്തിപാരായണ മത്സരത്തിന് ആ ബംഗാളിക്കായിരുന്നു 1ാം സമ്മാനം. എന്തായാലും അവന്റെ വായിക്കാത്ത വീണുപോയി. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പക്ഷേ എനിക്ക് നിങ്ങളെ നല്ലപോലെ അറിയണം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനു മുമ്പ് ചാടിയിട്ടുണ്ടോ? ഞാൻ ചാടിയിട്ടുണ്ട്. അവൻ തവള ചാടിയ കാര്യമല്ല ചോദിച്ചത്, ജയിലിൽ ചാടിയിട്ടുണ്ടോ? എന്ത് കോപ്പ് ചാടിയിട്ടാണെങ്കിലും എനിക്ക് ഈ നശിച്ച് ചെയ്ത് പോയേ പറ്റൂ. ഇവനിപ്പോ ഇത് നശിച്ച ജയിലായി. എടാ, നിനക്കൊരു കാര്യമുള്ള, ഈ ജയിലിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ ഈ ജയിലിൽ കിടന്നിട്ടാണ് എന്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്. 3 പെങ്ങന്മാരെ ഞാൻ പുറത്തുണ്ടാക്കി സാധിച്ചിട്ടില്ല. നിങ്ങൾ അകത്തേക്ക് നിങ്ങളാണ് സാധിച്ചെടുത്തത്. സംഭവം എന്ന് വെച്ചാലേ, അവള് 3 പേരും എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുവായിരുന്നു. അങ്ങനെ എന്റെ മൂത്ത പെങ്ങൾ പാർവതി പാറാവുകാരനോട് വിളിച്ചോടി പോയി. എന്റെ 2ാമത്തെ പെങ്ങൾ സുപ്രിയ സൂപ്പറിനോടെ പോയി. സൂപ്പർ. പക്ഷെ എന്റെ 3ാമത്തെ പെങ്ങള് ഇവളോട് ആരും കൂടെ പോയില്ല കേട്ടോ. പിന്നെ ആരോടെ പോയി? എന്റെ സെൽമേറ്റ് സെൽവന്റോട് വിളിച്ചോടി പോയി. അതിഗംഭീരം, അതിഗംഭീരം, നല്ല ഫാമിലി. നീ ഇളപ്പുളു കഥ കെടുക്കണം. നീ പ്ലാനിനെ കുറിച്ച് പറഞ്ഞേ. പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്, അതെന്റെ കയ്യിലുണ്ട്. നീ വീട്. പക്ഷെ അന്നൊരു പ്രശ്നം. നമ്മൾ എന്തായാലും അവസാനത്തെ ഗേറ്റോട് എത്തുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ പുറത്തു പോകും, 2ാമത് നിങ്ങൾ പുറത്തു പോകും. പക്ഷെ 3ാമത് പുറത്ത് പോണവനെ പൊക്കും. എടാ, അവിടെ മഞ്ജു ഉണ്ടാ. ഇടിക്കും പൊക്കും വെച്ചാൽ തീർക്കും. മഞ്ജു തീർക്കും. മക്കളെ, നീ വന്നേ. ചേട്ടാ, ഒരു കാര്യം പറഞ്ഞുതരാം. 1 സെക്കൻഡ് നിങ്ങൾ പൊക്കോ. 3ാമത് ഈ വെല്ലേട്ടം വന്നോളാം. നിങ്ങൾക്ക് വേണ്ടി ആ ത്യാഗം ഞാൻ സഹിച്ചോളാം. ഞാൻ സഹിച്ചോളാം. മഞ്ജു എന്നെ ആക്രമിക്കണമല്ലോ. മഞ്ജു എന്നെ ആക്രമിച്ചോട്ടെ. എന്റെ ഷർട്ടും പാൻറ്റും അവൾ വലിച്ചു കീറിക്കോട്ടെ. എന്നെ നിലത്തിട്ട് ഊർത്തിക്കോട്ടെ. അവളുടെ ശബ്ദം വരാതിരിക്കാൻ ഞാൻ എന്റെ വാ കൊണ്ട് അവളുടെ വാ അടച്ചോളാം. ഇതൊക്കെ എന്തിനാണെന്നറിയാവോടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. സ്നേഹിത, അവളല്ല, അവൻ. മഞ്ജുനാഥ്. ഞാൻ ആദ്യം പോയി. ഈ പോക്കും വരവൊക്കെ നിനക്ക് തീരുമാനിക്കാം. നീ ഇന്നേ വരെ കറക്റ്റ് പ്ലാൻ പറഞ്ഞില്ല. പ്ലാൻ, എന്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ പറയാം. അങ്ങോട്ട് വാ കേട്ടോ. അതായത് ഇന്ന് രാത്രി ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ട് നമ്മൾ ഉണരുന്നു. നമ്മുടെ സെല്ലിലെ 2 അഴികൾ ഞാൻ മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് അതിനിടയിൽ കൂടെ ഞാൻ നുഴഞ്ഞിറങ്ങുന്നു. ഒന്ന് പറയൂ. അതിനുശേഷം നീ നുഴഞ്ഞിറങ്ങണം. ഞാൻ നുഴഞ്ഞിറങ്ങണം. വെരി ഗുഡ്. അതിനുശേഷം അണ്ണാ, നിങ്ങൾ നുഴഞ്ഞിറങ്ങണം. നിങ്ങൾ നുഴഞ്ഞ് ഇറങ്ങണം. നിങ്ങൾ നുഴഞ്ഞ് ഇറങ്ങാത്തെന്ത്? ഈ ചൂരോടെ എടുത്ത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് മാത്രം ജയിലിൽ ചാടിയാൽ മതി. ഞാൻ പറഞ്ഞ എന്റെ അണ്ണനും കൂടി പറ്റുന്ന പ്ലാൻ പറയടാ. ഇങ്ങനെ എല്ലാവർക്കും പറ്റുന്ന പ്ലാൻ എന്ന് പറയുമ്പോ എന്റെ ഒരു പ്ലാൻ ഉണ്ട്. സിമ്പിൾ ആണ്, പക്ഷെ പെട്ടെന്ന് തീരുകയും ചെയ്യും. പറയണോ? ആ കാണുന്ന 5 ഇഞ്ചിന്റെ കോൺക്രീറ്റ് മതിൽ കണ്ട, ആ മതിൽ നമ്മൾ ഈ സ്പൂൺ വെച്ച് തുറക്കുന്നു. തുറന്ന് അവിടെ തുരങ്കമുണ്ടാക്കി അതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. എങ്ങനെയുണ്ട്? ഞാൻ പോകട്ടെ. എന്താണ്? എടാ, 5 വർഷം കഴിയുമ്പോ എന്റെ ശിക്ഷ തീരും. ഇവൻ ഇത് തുറന്ന് തീരുമ്പോ ജീവനെന്താ ആവുന്ന എനിക്ക് തോന്നുന്നത്. നീ അല്ല ഇവൻ ആരെ കൊണ്ട് ജയിലിൽ ആടിയിട്ടുണ്ട്? ഇവൻ ആരെ കൊണ്ടാണ് ജയിലിൽ ആടിക്കുന്നത്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്.
നീ ആരാണ് ജയിലിൽ അടിച്ചേ? ഗോപാലപിള്ള. എങ്ങനെ രക്ഷപ്പെടുത്തി? അങ്ങനെ ചോദിക്കും. എന്റെ ബുദ്ധി കൂർമ്മത വെച്ച് ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. എന്നിട്ട് ആരും കാണാതെ, ഒരു ഈച്ച പോലും അറിയാതെ, ഒരു തെളിവ് പോലും വെക്കാതെ ഞാൻ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ അങ്ങനെ പുറത്തിറക്കി കൊടുത്ത്. എന്നിട്ടാണ് രക്ഷപ്പെട്ട്. എവിടെന്ന്? ഇവിടെ വണ്ടിക്കുള്ളിൽ പൈസ ഇല്ലാത്തോണ്ട് ആ ഫ്രണ്ട് ഇങ്ങനെ പാറ പോലീസിന്റെ 50 രൂപ കടം വാങ്ങിച്ചേക്കണ്. എടാ അന്നാ പുള്ളിയുടെ മൂക്കടിച്ച് പറ്റത്തില്ലായിരുന്നോടാ. നമ്മുടെ ഫാമിലിയിൽ ആരും തന്തയെ തല്ലാറില്ല. ഓ ബാലകൃഷ്ണ പിള്ള, എന്റെ ഡാഡി. എനിക്ക് തോന്നുന്നു ഇവനെ കൊണ്ട് ഈ പ്ലാൻ നടക്കുമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആശാനായി ഞാൻ ഒരു പ്ലാൻ പറയാം. അത് കലക്കും. എടാ നമ്മൾ ഇവിടെ 5 അടി നീളത്തിൽ ഒരു കുഴി എടുക്കുന്നു. ആ കുഴിയിലൂടെ നമ്മൾ രക്ഷപ്പെടുന്നു. എനിക്ക് പറ്റൂല. എന്താ എനിക്ക് ഈ വിയർപ്പിന്റെ അസുഖം ഞാൻ പണ്ടേ പണിക്ക് പോയില്ല. കുഴി എടുക്കാൻ അറിയത്തില്ലേ? എടാ ആശാൻ പഠിപ്പിച്ചു തരാം. നമ്മൾ ആദ്യം മൺവെട്ടി എടുക്കുന്നു, മണ്ണ് തോണ്ടുന്നു, മണ്ണ് കൊട്ടയിലിടുന്നു, ശേഷം കൊട്ടയെടുത്ത് തലയിൽ വെക്കുന്നു, പിന്നെ നടന്നു പോയിട്ട് മണ്ണെടുന്നു. ഓക്കെ, കിട്ടിയാ? ഒറ്റ വട്ടം കൂടി. ഒരു വട്ടം കാണിച്ചു തരാം. ഈ മുണ്ടോ നോക്കാൻ സമയം തരുമോ? കാണിച്ചു തരാം. നമ്മൾ ആദ്യം മൺവെട്ടി എടുക്കുന്നു. വണ്ടി എടുത്തിട്ട് പരിപാടി. അയ്യോ സാറേ, ഞങ്ങൾ ഗാന്ധി ജയന്തിക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ആണേ. പുള്ളി നോക്കുന്ന കണ്ടില്ല, ഡാൻസ് പഠിക്കണം. എങ്ങനെ? റെഡി 1 2 3 സ്റ്റാർട്ട്. മയിലാട്ടം ആടാമലേ, മൈക്കൽ ജാക്സൺ വന്നിരിച്ച്. മയിലാട്ടം ആടാമലേ, മൈക്കൽ ജാക്സൺ വന്നിരിച്ച്. ഈ കുഴി എടുക്കണ പരിപാടി നടക്കത്തില്ലണ്ണ. പോലീസുകാർ കണ്ട നമ്മൾ കുഴിയിലാവൂലേ? അങ്ങനെയാണേലേ നമുക്ക് 3 പേർക്കും ചാടാൻ പറ്റിയ ഒരു പ്ലാൻ നീ അങ്ങ് പറ. ഈ 3 പേർക്കും ചാടാൻ പറ്റിയ പ്ലാൻ എന്ന് പറഞ്ഞാ ഒരെണ്ണം ഉണ്ട്, പക്ഷെ കൂടെ നിക്കണം. നിന്നു കൂടെ നിക്കടാ. നമ്മുടെ അവിടുത്തെ കുളിമുറിയുടെ ബാക്കില് ഒരു വലിയ ഏണി ഇരിപ്പുണ്ട്. ആ ഏണി എടുത്ത് ചാരി ആ മതിലിൽ വെച്ചാൽ നമുക്ക് അതുവഴി രക്ഷപ്പെടാം. എങ്ങനെയുണ്ട്? അത് കൊള്ളാം, അത് കൊള്ളാടാ. അണ്ണാ പറ്റില്ലണ്ണാ. എനിക്ക് മതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കലേ തല കറങ്ങും. അല്ല പൊന്നുമൻ എന്ത് കേസിനാ ഇവിടെ വന്നതെന്നാ പറഞ്ഞത്? ലേഡി സോഷ്യലിനെ മതിൽ ചാടി പിടിച്ചിട്ട് എടാ നമ്മൾ ഏണി വെച്ചിട്ടില്ലാണ് ചാടുന്നത്. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ചാടുകയാണ്. അപ്പൊ നമ്മൾ ഈ പ്ലാൻ ഉറപ്പിക്കുകയാണെ. കൊടുക്കേ. ജയ് സെൻട്രൽ ജയിൽ. ഞാൻ പോയി കഴിവിട്ട് ചട്ടി എടുത്തുണ്ട്. എന്നെ നോക്കണ്ട, എന്റെ ചട്ടി കൊടുക്കാം. അതല്ല, എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം. എടാ നമ്മൾ നമ്മൾ ഇവിടുന്ന് ജയിലിൽ ചാടി ബസ് പിടിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഞാൻ രാവിലെ കിടന്നുറങ്ങി അമ്മേനെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങത്തില്ല, എന്നെ വഴക്ക് പറയും. നീ എന്ത് ചെയ്യും? അപ്പമാർക്ക് പണിക്ക് വരാൻ പറഞ്ഞേ. എന്നെയാണ് ഭാര്യ 3 നേരം കുഞ്ചേർത്ത് ഇടിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അതെ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ശരിക്കും എന്തിനാ ജയിലിൽ ചാടണേ? എനിക്ക് നല്ലപോലെ കിടന്ന് ഉറങ്ങണം. എനിക്ക് 3 നേരം തിന്നണം. എനിക്ക് കൂട്ടുകാരോടെ പണിക്കൊന്നും പോകണ്ട് കറങ്ങടിച്ച് നടക്കണം അല്ലേ? എടാ ആ പരിപാടിയല്ലേ നമ്മളിപ്പോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. പണിക്ക് പോകണ്ട ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ജയിലിൽ ചാടണ്ട. നമ്മൾ ജയിലിൽ ചാടുന്ന ഉറപ്പിച്ചേ. ഉറപ്പിച്ചല്ലോ. നമ്മളല്ല വേറെ കള്ളവരണ്ട. അയ്യോ അതല്ല, ഞാൻ ചോറ് റെഡിയാന്ന് ചോദിച്ചല്ലോ. എടാ ഇപ്പൊ എന്റെ കൂടെ വരുവാണെങ്കിൽ വയർ നിറച്ച് ചോറിനാം. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്നെ പറയുന്നു ചേച്ചി. അയ്യോ, നമ്മളുടെ ഫേവറേറ്റ് ടീമാണ്. 3 പേരെയും അവരെ അസാധ്യമായിട്ട് എനിക്ക് 3 പേരും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ വന്ന് എന്ത് സ്കിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ എന്ത് മാർക്ക് വരുന്നു അതൊക്കെ എല്ലാം വേറെ കാര്യം. പക്ഷെ ബാറ്ററിന്റെ ചാർജ് അല്ല, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ചാർജ് ആവുന്നുണ്ട്. എനിക്കും ചേച്ചി സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, നോക്കിയാലോ? യാ. കടനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതമുണ്ടന താളത്തിൽ ഞാൻ 23,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്, അടിപൊളി, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ വരുമ്പം കുറച്ചും കൂടെ ഒന്ന് കിടിലമാക്കി കൗണ്ടേഴ്സ് കൂട്ടി ചിരിപ്പിക്കാം. ഓക്കെ.